പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പുതിയൊരു സംഭവം പരിചയപ്പെടാം കേട്ടോ. അതിന് വേണ്ട സാധനങ്ങൾ നൈലോണിൻ്റെ കുറച്ച് റിബൺ, കത്രിക, സൂചി നൂല്, പിന്നെ പശ. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇത് കണ്ടോ, കമ്പിറ എന്നൊക്കെ നമ്മൾ പറയൂലേ, കമ്പിറ എന്ന് പറയും. ഹെയർ ബാൻഡ്, ഹെയർ ബോ ഇങ്ങനെയൊക്കെ പറയൂലേ. അപ്പോൾ ഇന്ന് ഇത് വെച്ചിട്ടാണ് നമ്മളൊരു വർക്ക് ചെയ്യുന്നത്. കയ്യിൽ നിന്ന് പറഞ്ഞാൽ താഴെ വീണുപോയി, സാരില്ല, പോട്ടെ. നമുക്കത് എടുക്കാം. നമ്മൾ ആദ്യം ഈ നൈലോണിൻ്റെ ഈ റിബൺ ഒരു 15 സെൻറ്റിമീറ്റർ, ശരാശരി 15 സെൻറ്റിമീറ്റർ നീളത്തിൽ മുറിച്ചെടുക്കുന്നു. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡ്, ഒരു അരിക് ചേർന്ന് നമ്മൾ നൂല് കോർത്ത് എടുക്കും. സൂചി കയ്യെ കൊള്ളാതെ നോക്കണേ. നമ്മളത് കോർത്ത് അവസാന ഘട്ടത്തിലേക്ക് എത്തി. ഇനി ആ തുന്നിയ നൂലിൻ്റെ രണ്ടറ്റം കൂട്ടി നമ്മൾ നല്ല രീതിയിൽ ടൈറ്റായിട്ട് കെട്ടിയിടണം. വലിച്ചു മുറുക്കി രണ്ടറ്റവും കെട്ടുമ്പോൾ അതൊരു പൂവായിട്ട് മാറും. കണ്ടോ, നല്ല ഭംഗിയുള്ള ഒരു പൂവ് നമുക്ക് കിട്ടി. കെട്ടിടുമ്പോൾ ശ്രദ്ധിക്കണം, ഈ റിബണിൻ്റെ മുകളിൽ കൂടി കെട്ടുവരരുത്. പരമാവധി ആ രണ്ടറ്റമുണ്ടല്ലോ റിബണിൻ്റെ, അതിൻ്റെ നടുക്കൂടെയാണ് ശരിക്കും കെട്ടുവരേണ്ടത്. അത് ശ്രദ്ധിച്ച് കെട്ടണം നമ്മൾ. കെട്ട് നല്ലപോലെ ടൈറ്റായിട്ട് കെട്ടിയതിന് ശേഷം നമുക്ക് അതിൻ്റെ ബാലൻസ് നൂല് മുറിച്ച് കളയാം. നല്ല ഭംഗിയുള്ള പൂക്കൾ. ഇനി ആ കമ്പയറായി നമ്മൾ
പച്ച നൈലോണിൻ്റെ റിബൺ കൊണ്ട് ഒന്ന് ഭംഗി മോടി പിടിപ്പിക്കാൻ പോവാണ് കേട്ടോ. അതിൻ്റെ മറ്റേ അറ്റം എവിടെയാണെന്ന് അറിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ സൈഡിൽ നിന്ന് മുറിച്ചെടുക്കുന്നത്. ഇനി അതിൻ്റെ ഒരറ്റത്ത് പശ ചേർത്തിട്ട് അത് ആ കമ്പി റായിലൊന്ന് പ്രസ് ചെയ്ത് മുറുക്കി ചുറ്റി വച്ചതിന് ശേഷം അതൊന്ന് മൊത്തം ചുറ്റിയെടുക്കും. അങ്ങനെ നമ്മുടെ കമ്പിറ റെഡി ആയിരിക്കുന്നു. ഇനി അതിൽ ഈ 3 പൂവ് വെച്ചാൽ എത്ര നീളം വരുമോ അത്ര നീളത്തിലൊരു നൈലോണിൻ്റെ റിബൺ നമ്മൾ മുറിച്ചെടുത്തു. എന്നിട്ട് ഓരോരോ പൂക്കളായിട്ട് നമുക്കതിൽ ഒട്ടിച്ച് വയ്ക്കാം. ഇതാ 3 പൂവ് ഞാനതിൽ പശ ചേർത്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ തലയിൽ വയ്ക്കുന്ന ഈ ഹെയർ ബോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ എനിക്കൊന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. അതുപോലെ ഇത് ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. തീർച്ചയായിട്ടും ഞാൻ എത്തിച്ചു തരുന്നതായിരിക്കും. ഈ നിറം മാത്രമല്ല പല നിറത്തിലുള്ളതും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.